വെള്ളരിക്കുണ്ടിൽ പോലീസ് ജീപ്പ് പിടിച്ച് മരണപ്പെട്ട കൊടിയംകുണ്ട് ഉന്നതിയിലെ സി രാജുവിന്റെ കുടുംബത്തിന് അർഹിച്ച നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനായി സർവകക്ഷി സംഘം രൂപീകരിച്ചു. ബളാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയം ചെയർമാനായാണ് സംഘം നിലവിൽ വന്നത്. വ്യാഴാഴ്ച രാത്രി 7:30 രാജു ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ വെള്ളരിക്കുണ്ട് പോലീസ് വാഹനം ഇടിക്കുകയായിരുന്നു. കനകപ്പള്ളിയിൽ നിന്നും വെള്ളരിക്കുണ്ടിലേക്ക് വരുന്നതിനിടെ തെറ്റായ ദിശയിലെത്തിയ പോലീസ് വാഹനം ഇടിച്ചുവെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ രാജു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. സംഭവത്തിന് പിന്നാലെ രാജുവിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവും ഉയർന്ന പശ്ചാത്തലത്തിലാണ് സർവകക്ഷി സംഘം രൂപീകരിച്ചത്. രാജുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം പോലീസ് വകുപ്പ് നൽകണമെന്ന് സംഘം ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നിവേദനം നൽകാൻ യോഗം തീരുമാനിച്ചു. കെ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഷാജൻ പൈങ്ങോട്ട്, സുമിത്ര തമ്പാൻ, CPI നേതാവ് വിളിയിൽ ചന്ദ്രൻ, BJP നേതാവ് സുരേഷ് ബാബു നാട്ടക്കൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുധീഷ് പാട്ടത്തിൽ, ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ നേതാവ് TV തമ്പാൻ, സെബാസ്റ്റ്യൻ പാറടിയിൽ, കനകരാജൻ പള്ളിക്ക്, രാമചന്ദ്രൻ പട്ടേൽ, ചാൾസ് ചാക്കോ, ജോയ് ജോസഫ് കിഴക്കരക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു. ഏതായാലും സ്പീഡില്ലാതെ ഇങ്ങനെ ഇത്രയും വലിയൊരു ഭീകരമായ ഒരു കൂട്ടിയിടി ഉണ്ടായി അതാണ് നമുക്കൊക്കെ ചിന്തിച്ചാൽ. അപ്പം ഞാനതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇതിലുള്ള ദൃക്സാക്ഷികളായ ആളുകളൊക്കെ പറഞ്ഞത് പോലീസ് വാഹനം വളരെ സ്പീഡിലാണ് ഓടിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ആക്സിഡന്റ് രാജുവും മരണപ്പെടുകയുണ്ട്. സർക്കാരും പോലീസ് വകുപ്പും രാജുവിന്റെ കുടുംബത്തെ സഹായിക്കുവാൻ ബാധ്യസ്ഥരാണ്. കാരണം 2 കുട്ടികളും ഭാര്യയും രാജുവിന്റെ വരുമാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം. അപ്പം ഇനി ആ വരുമാനം ആ കുടുംബത്തെ നഷ്ടപ്പെട്ടു. വരുമാനം നഷ്ടപ്പെട്ട് രാജുവിന്റെ മരണം കൊണ്ടാണ്. അപ്പം എല്ലാ മേഖലകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ തൊഴിലും ചെയ്ത് കുടുംബം പുലർത്തിക്കൊണ്ടിരുന്ന ആ സഹോദരന്റെ മരണം ആ കുടുംബത്തിനും ആ ഉന്നതിയിലുള്ള ആളുകൾക്കും ഈ പൊങ്ങഞ്ചാല് പ്രദേശത്തുള്ള സാധാരണക്കാർക്കും മറക്കുവാൻ സാധിക്കാത്തതാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് നിർബന്ധമായിട്ടും പോലീസ് അധികാരികൾ ഈ കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ന്യായമായ സാമ്പത്തിക സഹായം ആ കുടുംബത്തിന് കൊടുക്കണമെങ്കിൽ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ആ കുട്ടികളുടെ പഠനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അവിടെ നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിലും കുടുംബത്തിന്റെ വരുമാനദായകൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ ആരാണ് ഉത്തരവാദി? ആ ഉത്തരവാദിയായ ആ വകുപ്പ് അവർ ഈ സാമ്പത്തിക സഹായം ആ കുടുംബത്തിന് കൊടുക്കണം. അതാണ് നമ്മളൊക്കെ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും പോലീസ് വകുപ്പും അതോടൊപ്പം തന്നെ ഒരു സർക്കാർ വാഹനം മുഖാന്തരമാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെന്റും ന്യായമായ രീതിയിൽ ഒരു 25 ലക്ഷം രൂപയെങ്കിലും ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം കൊടുക്കണമെന്നും കൂടെ നമ്മൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടണം എന്നും കൂടി ഇവിടെ ഇരിക്കുന്ന സഹപ്രവർത്തകരോട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു കൂട്ടായ്മയെ കൂടെ നമ്മൾ ആവശ്യപ്പെടണം. അത് വാങ്ങി ആ കുടുംബത്തിന് കൊടുക്കണം. അതിന് ഏതറ്റം വരെയും പോകണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു പോകണമെന്നും കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് രാജുവിന്റെ മരണത്തിൽ നമ്മൾ ആ കുടുംബത്തോടൊപ്പം നമുക്കുള്ള വേദനയും പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ ആശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ്പാൽ. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം